നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. താഴ്ന്ന ശരാശരി വരുമാനക്കാർക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ പദ്ധതിയിൽ ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കൽ അശാസ്ത്രീയമെന്ന ആക്ഷേപം. അർഹരായവർക്കെല്ലാം പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകില്ലെന്നാണ് ആശങ്ക. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ പദ്ധതിയായ ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം പ്രകാരം ഒരു വീടിന് 3 ലക്ഷം രൂപ സബ്സിഡിയായി നൽകുന്ന പദ്ധതിക്ക് മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നതിൽ വിവേചനമുണ്ടാകുമെന്നാണ് ആശങ്ക. 200 വീടുകൾക്ക് സബ്സിഡി വിതരണം ചെയ്യാൻ 2024-25 സാമ്പത്തിക വർഷത്തിൽ 6 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അർഹരായവർ 100 കണക്കിനുള്ളതിനാൽ മാനദണ്ഡങ്ങളിൽ വിവേചനമുണ്ടാകുമെന്നാണ് ആക്ഷേപം. ദേശസാത്കൃത ബാങ്കിൽ നിന്ന് ഭവന വായ്പയെടുത്ത താഴ്ന്ന ശരാശരി വരുമാനക്കാർക്കാണ് സബ്സിഡി ആനുകൂല്യം. 3 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളായിരിക്കും പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഫണ്ട് നൽകൽ യഥാർത്ഥ ആവശ്യകതയെ അടിസ്ഥാനമാക്കിയായിരിക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ആവശ്യകത സംബന്ധിച്ച ഏകീകൃത മാനദണ്ഡമില്ലാത്തത് പക്ഷപാതത്തിനിടയാക്കുമെന്നാണ് ഗുണഭോക്താക്കൾ പറയുന്നത്. ഉദ്യോഗസ്ഥരിലുള്ള സ്വാധീനം ആനുകൂല്യങ്ങളുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ സ്വാധീനിക്കുമെന്നും ആശങ്കയുണ്ട്. കുറഞ്ഞത് 3 സെന്റ് ഭൂമിയുള്ള താഴ്ന്ന ശരാശരി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീടിന്റെ ആകെ നിർമ്മാണ ചെലവിന്റെ 25% സർക്കാർ സബ്സിഡിയും 75% ഗുണഭോക്തൃ വിഹിതവുമായി കണക്കാക്കുന്ന പദ്ധതിയിൽ സബ്സിഡി 3 ലക്ഷം രൂപയാണ്. സംസ്ഥാന ഹൗസിംഗ് ബോർഡിന്റെ നിരീക്ഷണത്തിൽ പദ്ധതി നടപ്പാക്കാനാണ് നിർദ്ദേശം. അതേസമയം ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കൽ ഏറെ സങ്കീർണമാകുമെന്നത് അടിസ്ഥാനരഹിതമാണെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. വീടുകളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് KSHB പുരോഗതി നിരീക്ഷിക്കും. നിർമ്മാണ ചെലവിന്റെ 25% അല്ലെങ്കിൽ 3 ലക്ഷം രൂപ ഏതാണ് കുറവ് അതായിരിക്കും സബ്സിഡി തുകയെന്നും മാനദണ്ഡങ്ങൾക്ക് ഏകീകൃത സ്വഭാവമായിരിക്കുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.